കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിനങ്ങളിൽ തിരുവചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലോസ്യ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും അനുഗ്രഹീതമായ നിലയിൽ തിരുവചനം പഠിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് പകൽക്കാലത്തിങ്കൽ നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പഠിക്കുവാൻ പോവുകയാണ്. 3-ന്റെ 3 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവെ, ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കട്ടെ. ഈ തിരുവചന പഠനം അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവെ, ഈ തിരുവചന പഠനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഞങ്ങൾ കേൾക്കപ്പെടുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് ശിക്ഷയ്ക്ക് കാരണമാകുവാൻ ഇടവരുത്തരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, ഓരോ പ്രിയപ്പെട്ടവരെയും ഈ സൂം മീറ്റിങ്ങിലൂടെയും കർത്താവെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയും തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിനെ സമർപ്പിക്കുന്നു. തിരുവചനം അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കണമേ. കർത്താവെ, ഇത് പഠിപ്പിക്കുവാനുള്ള കൃപ അടിയന്റെ മേലും പകർന്നാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പകൽക്കാലം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം ഒരാൾ വായിച്ചാട്ടെ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മതി. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. പ്രിയരെ, ഹല്ലേലൂയ. കർത്താവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് ഹല്ലേലൂയ 300-ലധികം പ്രാവശ്യം പൗലോസ് ലേഖനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ ഇവിടെ മാത്രമാണ് ഈ വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ആ പ്രയോഗം നമുക്ക് 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിലും കാണുവാനായിട്ട് കഴിഞ്ഞു. അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്താണെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വിഷയം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഹല്ലേലൂയ. ഈ പ്രയോഗം 300-ലധികം പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ജീവനായ ക്രിസ്തു എന്നാണ് കാണുന്നത്, അല്ലെ? അങ്ങനെയല്ലേ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 4-ാം വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു. ഹല്ലേലൂയ. ഇവിടെ ജീവനായ ക്രിസ്തു എന്നാണ് കാണുന്നത്. അപ്പോൾ ജീവനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായവൻ എന്ന അർത്ഥത്തിൽ നമുക്ക് അതിനെ എടുക്കാനായിട്ട് കഴിയും. യേശു ക്രിസ്തു ജീവനാണ്, ജീവനായകനാണ്, ജീവന്റെ ഉറവാണ്, ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുമ്പോഴും, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം വായിക്കുമ്പോഴും, 4-ാം അധ്യായം 14-ാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ജീവജലത്തിന്റെ ആമേൻ ഉറവയാകുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ താൻ തന്നെ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തിങ്കൽ നമ്മുടെ ജീവനായകനായവൻ, നമുക്ക് പ്രിയങ്കരനായവൻ വരാൻ സമയമെടുത്തിരിക്കുകയാണ്. നമ്മുടെ ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടി തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം വായിക്കാം.
1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. സ്തോത്രം. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. ഹല്ലേലൂയ. ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. അഥവാ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കപ്പെടാത്തവന് നിത്യജീവനില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. അവനെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, ഹല്ലേലൂയ, ദൈവപുത്രനെ വിശ്വസിക്കുന്നു. ഇപ്രകാരം തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ലാത്ത ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമുക്ക് അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാൻ കഴിയുകയില്ല. എനിക്ക് അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നതുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. തന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതികൂലങ്ങൾ വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും തനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഈ ഭൂമിയിൽ ഒരു ചെറിയൊരായുസേ ഉള്ളൂ. ഈ ചെറിയൊരായുസ് ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ ആയുസ്സിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ലോകപ്രകാരം നാം ജീവിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടി എടുക്കപ്പെടുവാൻ ആഗ്രഹിച്ചാൽ, വചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കാതെ വചനത്തെ അധിഷ്ഠിതമാക്കി ജീവിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഗൗരവം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ വേളയെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ ജീവിക്കണം. ഈ ഭൂമിയിലെ ചെറിയൊരായുസ് അവന് വേണ്ടി ചിലവഴിക്കണം. നാം ആയിരിക്കുന്ന ഏതവസ്ഥയിലും ദൈവമേ എന്നുള്ള ചിന്ത നമ്മിലുണ്ട്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ വചനത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുവാൻ നാം തയ്യാറാകണം. അങ്ങനെയുള്ളവരെയാണ് അവനോടുകൂടി തേജസ്കരിക്കപ്പെടുവാൻ സ്വർഗം അനുവദിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവൻ, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുകയും അത് കർത്താവിന്റെ 2-ാം വരവിൽ സംഭവിക്കേണ്ടതുമാകിയാൽ നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവന്റെ ജീവൻ നമ്മിൽ പ്രത്യക്ഷപ്പെട്ട്, അവന്റെ ജീവൻ നമ്മിൽ വെളിപ്പെട്ട് അവൻ നാം തേജസ് പ്രാപിക്കുവാനിടയാകും. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒരാൾ വായിച്ചാട്ടെ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. എന്താണ് കേട്ട ശബ്ദം? ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തു സ്നാനമേറ്റ് ആമേൻ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴും ഇതേ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാനിടയായി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം നമ്മിൽ പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ ആമേൻ പ്രിയനായ കർത്താവ്, ഹല്ലേലൂയ, ജീവനായകനായ കർത്താവ്, നാം പ്രിയം വച്ചവനായ കർത്താവ്, ഹല്ലേലൂയ, ആമേൻ, നമ്മിൽ പ്രസാദിക്കുന്നുണ്ടോ? അവന് പ്രസാദമുള്ളവരെ ചേർക്കുവാൻ അവൻ കടന്നു വരുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തെങ്കിൽ അവൻ നമുക്ക് വേണ്ടി കടന്നു വരുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, തേജസ്സിൽ അവൻ വെളിപ്പെടുമ്പോൾ
നാമും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടേണ്ടിയവരാണ്. നമുക്ക് 1-2 വേദഭാഗം അതിനോടൊന്ന് ചേർത്ത് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും എന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. Praise the Lord. കർത്താവ് തേജസ്സിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവനെ കാത്തിരിക്കുന്നത് സഭയാണ് അവൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെ കൊണ്ട് തലകുനിക്കുവാൻ ഇടവരാതെ വണ്ണം ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂപരപ്പിൽ നാം ചെയ്തെടുക്കണം. Praise the Lord. നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു അവൻ വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി മറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ക്രിസ്തു ആണ് നമ്മുടെ ജീവൻ. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിന്റെ വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസിന് ഭാഗ്യകരമായ പ്രത്യാശയാണ് നൽകി കൊടുത്തത്. ക്രിസ്തു ഇപ്പോൾ ഇവിടെ നമ്മുടെ ജീവനാണ്. പുത്രനുള്ളവന് ജീവനുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ഉള്ളവന് ജീവനുണ്ട്. ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം ഈ സത്യാവസ്ഥ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് വിശപ്പ് മുള്ളെന്ന് പറയുന്ന ഒരാള് നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു എന്ന പദത്തെ ആസ്പദമാക്കി തന്റെ ജീവിതാനുഭവത്തിൽ ഒരു സ്നേഹിതന്റെ അനുഭവം ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി. അദ്ദേഹം ഒരു മിഷൻ ഫീൽഡിലെ പ്രവർത്തനം കഴിഞ്ഞ് ഒരു അന്ധകാര വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരപരിചിതമായ ശബ്ദം താൻ കേട്ടു. അത് ദൈവത്തിന് മാത്രം വിവരിപ്പാൻ കഴിയുന്ന ഒരു വാക്കായിരുന്നു. എന്താണ്? നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു. ദൈവത്തിന് മാത്രം വിവരിപ്പാൻ കഴിയുന്ന ഉൾക്കാഴ്ച ഹല്ലേലൂയ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം ഇടയായി. അവൻ മുന്നോട്ട് നടക്കുമ്പോഴും തന്റെ ഹൃദയത്തിൽ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. തന്റെ ജീവിതത്തിൽ ജീവനാകുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ആ തന്റെ വാക്ക് ഇത് മറ്റാരുമല്ല, ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനും സ്നേഹിതനും രാജാവും മാത്രമാണ് എന്നോട് ഇത് സംസാരിക്കുന്നതെന്ന് ആ പ്രിയപ്പെട്ടവന് മനസ്സിലായി. ആ ഉൾവനത്തിൽ വഴി അന്ധകാരം നിറഞ്ഞ അനുഭവത്തിൽ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായെങ്കിൽ ഈ വീണ്ടെടുപ്പുകാരൻ കർത്താവാണ്. അപ്പോൾ ഇവന്റെ ഹൃദയത്തിൽ ഈ അപരിചിതമായ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ വന്നപ്പോഴും ദൈവത്തിന് മാത്രമേ ഇത് വിവരിച്ചു തരുവാൻ കഴിയുള്ളൂ. ക്രിസ്തു എന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് വ്യക്തമായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. 10 അടി നടക്കുന്നതിനിടയിൽ തന്റെ ഹൃദയം ഈ വചനത്താൽ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി എന്നാണ് അദ്ദേഹം ആ സഹസ്നേഹിതനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായത്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ നിത്യതയിലേക്ക് പൊങ്ങി വരുന്ന അക്ഷയമായ ജീവൻ തന്നെയാണ് ഈ ക്രിസ്തുവെന്ന് താൻ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ നാം അവനോടുകൂടി വെളിപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് ഈ വെളിപ്പാട് എന്ന പദം ബൈബിളിൽ വിവിധ നിലകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാന് അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും 1-2 പോയിന്റുകളെ ഓടിച്ചു പറയാം. അതെ, 1 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും 1 യോഹന്നാൻ 1:12 ഇങ്ങനെ പറയുന്നു, നമ്മുടെ രക്ഷിതാവ് മനുഷ്യനായി തീർന്നപ്പോഴുള്ള വെളിപ്പാട്. രണ്ടാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ചെയ്ത അടയാളത്തിൽ കൂടി തന്റെ മഹത്വത്തിന്റെ വെളിപ്പാട്.
പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിലൂടെ ഇങ്ങനെ പറയുന്നു, പാപങ്ങളെ നീക്കുവാനുള്ള അവന്റെ ഹല്ലേലൂയ പ്രത്യക്ഷത അഥവാ വെളിപ്പാട്. നാലാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും 4-ാം വാക്യത്തിലും ഇങ്ങനെ പറയുന്നു, പുനരുത്ഥാനത്തിലുള്ള അവന്റെ പ്രത്യക്ഷത. ഹല്ലേലൂയ. അഞ്ചാമതായിട്ട് 1 പത്രോസ് 5:4 കൊലോസ്യർ 3:4 1 യോഹന്നാൻ 2:28 3:2 അതിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ രക്ഷകന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടും. ഈ വെളിപ്പാട് നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. മറഞ്ഞിരിക്കുന്ന അവസ്ഥ മാറി ക്രിസ്തു നമ്മുടെ ജീവനായി വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്തോഷത്താൽ നമ്മുടെ ഹൃദയം നിറയണം. ആത്മാവിന്റെ നിറവിനാൽ നമ്മുടെ ജീവൻ ഹല്ലേലൂയ ഇന്ന് ആനന്ദത്താൽ നിറയണം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിർവികാരമല്ല, ആമേൻ, വിചാരത്താൽ നിറയണം. ഹല്ലേലൂയ. നമ്മുടെ ജീവനായകൻ നമുക്കായി വെളിപ്പെടും. നിങ്ങളും അവനോടുകൂടി വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ ജീവൻ മാത്രമല്ല, നമ്മുടെ പ്രത്യാശയും കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനോടുകൂടി അവന്റെ ജനവും വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. നമുക്കതിന് തെളിവായിട്ട് 1-2 വേദഭാഗം വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ ഭാഗം വായിച്ചാട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നാം അവനോട് സദൃശ്യരാകേണ്ടതാണ്. അവനോട് നാം സദൃശ്യരായി തീരേണ്ടതാകിയാൽ ഇപ്പോൾ നാം ഇന്നതാകുമെന്ന് അറിയുന്നില്ല. നമ്മുടെ ജീവനായകനായ കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. ഇനി ഒരു വാക്യം വായിച്ചാട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാണ്? മക്കളാണ്. ഇപ്പോൾ നാം മക്കളാണെങ്കിൽ അവകാശികളുമാ. ഒരപ്പന്റെ ഭവനത്തിന് അവകാശം, ഒരപ്പന്റെ സ്വത്തിന് അവകാശം മക്കൾക്കാണ്, അത് മറ്റാർക്കുമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ് നമ്മൾ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഈ ദിവസങ്ങളിൽ നമുക്കുള്ള അവകാശം പ്രാപിച്ചെടുക്കുവാൻ നമ്മുടെ സ്നേഹനിധിയായ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കി, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവനോട് കൂടി കഷ്ടം അനുഭവിപ്പാൻ നാം നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞത്, നമ്മുടെ ഹല്ലേലൂയ രക്ഷിതാവ് നമുക്ക് വേണ്ടി വീണ്ടും വരും. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടിയവരാണ്. ഇനി നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യം.
നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വരും, ഉറപ്പാണ്. പക്ഷെ നമുക്ക് പോണം. എന്ത് ചെയ്യണം? ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം ഈ ഭൂമിയിൽ എപ്പോൾ ആയിരിക്കുകയാണ്? നാം ഇവിടെ അന്യരാണ്, പരദേശികളാണ്. നമ്മുടെ പൗരത്വം ഇവിടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നാം തേജസ്കരിക്കപ്പെട്ടു പോകേണ്ടത് എവിടെയാണ്? നമ്മുടെ ജീവനായകനായ കർത്താവിന്റെ അടുക്കലാണ്, നമ്മുടെ പ്രാണപ്രിയന്റെ അടുക്കലാണ്. അതുകൊണ്ട് നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. ഹല്ലേലൂയ. അന്യരും പരദേശികളുമായിരിക്കുന്നവർക്ക് ഈ ലോകത്ത് വലിയ സ്ഥാനമൊന്നും കാണത്തില്ല. അവർക്കെന്നും കഷ്ടതയും അവർക്കെന്നും പ്രതികൂലങ്ങളും അവർക്കെന്നും പ്രശ്നങ്ങളും ഒക്കെ കാണത്തുള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലത്തെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കഷ്ടതയും പ്രയാസവും വേദനയും ഒക്കെ ഉണ്ടായെങ്കിലും ആമേൻ, നമ്മുടെ പൗരത്വം ഹല്ലേലൂയ സ്വർഗത്തിലാകിയാൽ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് രക്ഷിതാവായവൻ വന്ന് നാം ഹല്ലേലൂയ അവനോടുകൂടി എടുക്കപ്പെടേണ്ടതിന് നമ്മുടെ ജീവനായകൻ നമുക്ക് വേണ്ടി വെളിപ്പെടും. ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം ഹല്ലേലൂയ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എത്ര പ്രത്യാശയാ അപ്പോസ്തലനായ പൗലോസിന്. നമ്മളിൽ എത്ര ആകാംക്ഷയുണ്ട്, എത്ര ആശയുണ്ട്, നമ്മളിൽ എത്ര പ്രത്യാശയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ധാടീമോഹങ്ങളിൽപ്പെട്ട് ഈ ലോകത്തിന്റെ ഇച്ഛകൾക്ക് അനുസൃതമായി നമ്മുടെ ജീവിതം ആമേൻ വെച്ചും കുടിച്ചും ഹല്ലേലൂയ മക്കളെ കെട്ടിച്ചും ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് നാം ജീവിക്കുമ്പോൾ സ്നേഹനായകനായ കർത്താവ് വരുമ്പോൾ, മത്തായി സുവിശേഷത്തിൽ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്, 10 കന്യകമാരുടെ ഉപമ. ഹല്ലേലൂയ. മണവാളൻ വന്നു, എല്ലാവരും വിളക്ക് തെളിയിച്ചു. 5 പേർ അവരുടെ വിളക്ക് തെളിയിച്ചു. അവർ മണവാളനോടുകൂടി മണിയറയിൽ പ്രവേശിക്കുമ്പോൾ ആ വിളക്ക് തെളിയിച്ച മറ്റ് 5 പേരുടെ വിളക്ക് കെട്ടുപോകുവാനിടയായി. കാരണം അവരുടെ വിളക്കിൽ തക്ക സമയത്ത് വേണ്ട എണ്ണയില്ലായിരുന്നു. അവർ വാങ്ങുവാൻ വിൽക്കുന്നിടത്തേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ അവർ മറ്റുള്ളവരോട് ചോദിച്ച് അല്പം തരാമോ, എന്നാൽ അവർക്കും ഇവർക്കും തികയത്തില്ല എന്നുള്ള കാരണത്താൽ മറ്റവർ കൊടുക്കാതെ അവരവരുടെ കാര്യം നോക്കിയത് കൊണ്ട് ദൈവമക്കളെ, ആരും മണവാളനോട് കൂടി അവരുടെ പ്രിയനായ ആമേൻ അവർ കാത്തിരുന്ന മണവാളനോട് കൂടി മണിയറയിൽ പ്രവേശിക്കാൻ അവർക്ക് ഇടവന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക, നമ്മുടെ ജീവനായകനായ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവനെ എതിരേൽപ്പാൻ നാം ആകാംക്ഷയോടെയാണോ പ്രത്യാശയോടെയാണ് ആമേൻ നാം കാത്തിരിക്കുന്നത്? നമ്മളിൽ എത്ര പേർക്ക് ഇന്ന് കർത്താവ് വന്നാൽ പോകുമെന്നുള്ള ഉറപ്പുണ്ട്? ഈ തിരുവചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന പഠനം നമ്മുടെ ജീവിതത്തിൽ വെറുതെ കേട്ടുവിട്ടു പോകുന്നതായി മാറരുതേ. ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ 5 കന്യകമാർ കൈവിടപ്പെട്ടു പോയതുപോലെ അവർ പോയി ആമേൻ ചന്തയിൽ പോയി എണ്ണയൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. ഞങ്ങൾക്കും തുറക്കണമേ എന്നവർ ആമേൻ മുട്ടി വിളിക്കുമ്പോൾ വാതിലടച്ചിരുന്നു. പിന്നീട് അവർക്കായി അത് തുറക്കുവാനിടയായില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അന്യരും പരദേശിയുമായി ഈ ഭൂപരപ്പിൽ ഞാനും നീയും താമസിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾക്കുപരിയായി ആമേൻ നമ്മുടെ ജീവനായകൻ ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് നാം അതിനു വേണ്ടി പ്രത്യാശയോടെ കാക്ഷിച്ച് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ബലഹീനമായ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു രൂപാന്തരം സംഭവിക്കേണ്ടതിന് അവന്റെ ആത്മാവിനെ ഉള്ളത്തിൽ ഏറ്റുകൊണ്ട ഹല്ലേലൂയ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ. അവന്റെ മരണത്തിൽ
പുനരുത്ഥാനത്തിൽ ഹല്ലേലൂയ ഇപ്പോഴത്തെ മറഞ്ഞിരിപ്പിൽ നാം അവനോട് കൂടെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ നാം ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനെ വേർപിരിയുവാൻ നമുക്കിടയാകരുതേ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ നഗ്നതയ്ക്കോ വാളിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നേ ഇവയ്ക്ക് യാതൊന്നിനും വേർപിരിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മറ്റൊന്നിനും നമ്മെ വേർപിരിപ്പാൻ ഇടയാകരുത്. ഹല്ലേലൂയ മരണത്തിനോ ജീവനോ അധികാരത്തിനോ യാതൊന്നും നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ ഇടവരരുതേ. ആമേൻ. നാം ഇന്ന് പകൽക്കാലത്തിങ്കൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാണ്. ഹല്ലേലൂയ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടി നാം തേജസ്കരിക്കപ്പെടേണ്ടിയവരാണ്. ആമേൻ ആമേൻ. നമ്മുടെ കർത്താവ് കടന്നു വരുമ്പോൾ അവന്റെ പരസ്യമായ പ്രത്യക്ഷതയിലും നാം അവനോട് കൂടെ ആയിരിക്കും. ഹല്ലേലൂയ അവനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആമേൻ അർത്ഥം കണ്ടെത്തണം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അവനോടുകൂടെ ഉള്ള ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്ര മാത്രം അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു, എത്രമാത്രം നാം ഭാരപ്പെടുന്നു, എത്രമാത്രം ക്രിസ്തുവിനെ പ്രതി ഹല്ലേലൂയ നാം പ്രയാസം അനുഭവിക്കുന്നു. ഇതിനൊക്കെ ദൈവമക്കളെ നമുക്ക് ഒരർത്ഥം അന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മൾ ഒരു കാലത്ത് കർത്താവിനെ അറിയാത്തവരായിരുന്നു അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം കർത്താവിനെ അറിയുന്നവരാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് വാടാത്ത കിരീടം, അക്ഷയനായ തേജസ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ വാടാത്ത അക്ഷയ തേജസ്സിൽ നാമും അവനോടുകൂടി വെളിപ്പെടും. ഹല്ലേലൂയ. ഏത് സമയത്താണ് നമ്മുടെ കർത്താവ് വരുന്നതെന്ന് നമുക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. സമയം നിശ്ചിതമല്ല. പിതാവ് കൽപ്പിക്കുമ്പോൾ പുത്രൻ ഇങ്ങോട്ട് പോരും. പുത്രൻ പോലും അത് അറിയുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ വിധത്തിലും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ ഭൂമിയിൽ നാം സന്നദ്ധരാകണം. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഏത് സമയത്താണ് കർത്താവ് വരുന്നതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ആ സമയത്തേക്കൊക്കെ ഒന്ന് റെഡിയായാൽ മതിയായിരുന്നു. എന്നാൽ കർത്താവിന്റെ വരവ് ഏത് സമയത്തെന്ന് ആമേൻ പുത്രൻ പറയുന്നു, ഞാൻ പോലും അറിയുന്നില്ല. അതുകൊണ്ട് ഏത് സമയത്തും വിശുദ്ധിയോടെ ജീവിക്കണം. സ്വർഗീയമായ ഹല്ലേലൂയ അനുഭവങ്ങളെ ഓർത്ത് സ്വർഗീയ വചനങ്ങളെ ധ്യാനിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ആത്മാവിന് വിധേയപ്പെട്ടിരിക്കണം. പരിശുദ്ധി ആത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം ഉണ്ടാകണം. ആത്മാവിൻ നാം ശക്തിപ്പെട്ടുകൊണ്ട് ആത്മാവിന്റെ ആമേൻ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നാം നമ്മുടെ ജീവിതം നയിക്കാനിടയാകണം. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ വിധത്തിലും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചാൽ സ്വർഗീയമാകുന്ന ശക്തി നമ്മിൽ ഹല്ലേലൂയ വെളിപ്പെടുകയും നീതിമാന്മാരായി വിശുദ്ധിയുള്ളവരായി ദൈവ സന്നിധിയിൽ ആമേൻ നാം എടുക്കപ്പെടുവാനും ഇടയാകും. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് അങ്ങനെ ആയിത്തീരണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. അവൻ തന്റെ മഹത്വം തന്റെ മണവാട്ടിക്ക്, തന്റെ സഭയ്ക്ക് അങ്ങനെ തന്നേക്കുക. അവരും ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി ഒന്നായിരിക്കേണ്ടതിന് അവന്റെ മഹത്വം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമക്കളെ അവനോടുകൂടി ഒന്നാകാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം
ക്രിസ്തുവിനെ ധരിക്കുവാൻ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, താൻ ക്രിസ്തു അവൻ നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നിന്ന് ആമേൻ നിങ്ങളുടെ ഉന്നത ജീവനെ മറയ്ക്കുന്ന മൂടുപടം മാറുവാൻ പോകുകയാണ്. ഇന്ന് നിങ്ങളെ പകയ്ക്കുന്ന, ഇന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്ന, ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന ഈ ലോകത്തിന്റെ മുൻപിൽ ഒരിക്കൽ നിങ്ങൾ അവനോടുകൂടി അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഹല്ലേലൂയ, ലോകം ആ പ്രത്യക്ഷതയുടെ പ്രഭ കണ്ട് ആമേൻ കണ്ണഞ്ചി പോകുമാർ പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്നെയും നിങ്ങളെയും മാനിക്കും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് നാം കാത്തിരിക്കണം. അതിന് രണ്ട് മുഖങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്, തന്റെ സഭയെ ചേർക്കുവാൻ അവൻ ആകാശത്തിൽ ആമേൻ വരുന്ന വരവ്. ഹല്ലേലൂയ. അതിന് ഉൽപ്രവാണം എന്ന് പറയും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരെ ഹല്ലേലൂയ പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ ആമേൻ വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ ചേർക്കുന്ന ഒരു മഹാസംഭവമാണ്. ഹല്ലേലൂയ. അവനോടുകൂടി ആയിരിക്കുകയും അവനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ഈ സംഭവമാണ് ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെയുള്ള വേദഭാഗത്താണ് നാം ഇത് കാണുന്നത്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം കൂടി നമുക്കൊന്ന് വായിക്കാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവൻ വെളിപ്പെടുമ്പോൾ നാം അവനെ പോലെയാകുമെന്ന് അറിയുന്നു. എന്തെന്നാൽ അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ ഹല്ലേലൂയ അവൻ നിർമ്മലീകരിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിങ്കൽ നാം നമ്മുടെ ജീവിതത്തിൽ ആമേൻ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഹല്ലേലൂയ. നമ്മുടെ ജീവനായകനായ ക്രിസ്തു വെളിപ്പെടാൻ സമയമായി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒന്ന്, അവന്റെ വരവ്, വരുന്ന വരവ് അത് ഉത്പ്രമാണമെന്ന് നമ്മൾ അറിയുമ്പോൾ. രണ്ടാമതായിട്ട് ആമേൻ നമ്മുടെ ഈ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. 4-ാം വാക്യം കൊലോസ്യ ലേഖനം 3:4 നമ്മുടെ ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അപ്പോൾ കർത്താവ് വാഴാനായി ഭൂമിയിലേക്ക് മടങ്ങി വരും. അന്ന് എല്ലാവരും അവനെ കാണും. അന്ന് അവൻ തന്റെ ശത്രുക്കളെ നശിപ്പിച്ച് ഇന്ന് ലോകം കാണാൻ കൊതിക്കുന്ന നീതിയും സമാധാനവും നിറഞ്ഞ ഭരണം അവൻ സ്ഥാപിക്കും. അന്ന് അവന്റേതായ നാം ഓരോരുത്തരും അവനോടുകൂടി വെളിപ്പെടും. പ്രിയരെ, ഹല്ലേലൂയ. ചന്ദരാജല ഹല്ലേലൂയ. ഒരു വിശ്വാസി കാത്തിരിക്കുന്നത് കർത്താവിന്റെ ആമേൻ വരവിനെയാണ്. അങ്ങനെയെങ്കിൽ ലോകം കാത്തിരിക്കുന്നത് ഒരു രാജാവിനെയുമാണ്. ദൈവമക്കളെ, ഈ പ്രത്യക്ഷതയുടെ ചിത്രീകരണത്തോടെ ഹല്ലേലൂയ പൗലോസ് തന്റെ ഉപദേശം ഇവിടെ ആമേൻ നിർത്തുകയാണ്. ഞാൻ 1-2 വാക്യം കൂടി വായിപ്പിച്ച് അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-18 വാക്യം ഒന്ന് വായിക്കാം. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നാം മക്കളാണെങ്കിൽ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന്
അവനോടുകൂടി കഷ്ടത അനുഭവിക്കേണ്ടതാകുന്നു. നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ്സിനോട് തുലനം ചെയ്തു നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ കണക്കാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ ഏറെയുണ്ട്, പ്രതികൂലങ്ങൾ ഏറെയുണ്ട്, പ്രശ്നങ്ങൾ ഏറെയുണ്ട്. ഇവയൊന്നും വലുതായി കാണുവാൻ അപ്പോസ്തലൻ അവിടെ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. നമ്മുടെ കഷ്ടങ്ങൾ തീരുവാൻ, ആമേൻ, നമുക്ക് ഹല്ലേലൂയ അധികം വിദൂരമല്ല. നമ്മുടെ കർത്താവ് കടന്നു വരും. വെളിപ്പാട് 1:7 ഇങ്ങനെ പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് വളരെ ഗംഭീരമായി, വളരെ ആമേൻ അവാച്യമായി നമ്മെ പഠിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ ജീവിക്കണം. 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മുടെ കർത്താവ് നമുക്കാരാണ്, നാം കർത്താവിനോടുകൂടി എടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം വ്യക്തമായി താൻ പഠിപ്പിക്കുവാനിടയായി. ഇനി ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് 5-ാം വാക്യം തൊട്ട്. നമുക്കത് അടുത്ത ദിവസം ചിന്തിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം ഹല്ലേലൂയ ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിക്കണം. നമുക്ക് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവഹിത പ്രകാരമുള്ളതാ. ഹല്ലേലൂയ. ക്രിസ്തു കാലങ്ങൾക്ക് മുൻപേ അല്ല, അവൻ അനാദിയായ ദൈവമാ, ശാശ്വതമായ ദൈവമാ. നമ്മെ കാലങ്ങൾക്ക് മുൻപേ വിളിച്ചു വേർതിരിച്ചു എങ്കിൽ ഹല്ലേലൂയ നമ്മിലുള്ള പരിപൂർണത കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവനായകൻ നമുക്കായി വെളിപ്പെടും. ഇന്ന് പകൽക്കാലം ദൈവമൈതലേ, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായി മാറട്ടെ.